തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ പരാതി. രാഹുൽ വിഷയമുയർത്തി കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. സിപിഎം സ്ത്രീ പീഡകർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന മറുചോദ്യമുയർത്തി കോൺഗ്രസ് നേതാക്കൾ തിരിച്ചടിച്ചു. മുഖ്യമന്ത്രിയുടേത് വിവാദ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണെന്നും നേതാക്കൾ ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ചർച്ച മാറ്റാനായിരുന്നു കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ രാഹുലിനെതിരായ ലൈംഗികാതിക്രമ പരാതി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും സജീവമാക്കി നിർത്തുകയാണ് സിപിഎം. കോൺഗ്രസിനെതിരായ കടന്നാക്രമണത്തിന് ഇന്ന് തുടക്കമിട്ടത് മുഖ്യമന്ത്രി. രണ്ടാമത്തെ പരാതി KPCC അല്ലേ കൊടുത്തത്? അതങ്ങനെ ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? എന്തുകൊണ്ടാണ് അവര് തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? പിന്നാലെ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി തന്നെയെന്ന് ആവർത്തിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. ഈ ഗൌരവതരമായ പ്രശ്നങ്ങൾ കുറ്റവാളികൾക്ക് പൂർണ്ണമായി പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ടീമിനെ ഒപ്പം നിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഇപ്പോഴും സണ്ണി ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. CPM നേതാക്കൾക്കെതിരായ സമാന പരാതികൾ ഉയർത്തിയായിരുന്നു കോൺഗ്രസിന്റെ പ്രതിരോധം. ഒരു മുൻ MLA-ക്കെതിരെ പരാതി വന്നപ്പോൾ 2 ആഴ്ച മൂടി വെച്ചു. ഒരു സിറ്റിംഗ് MLA-ക്കെതിരെ പരാതി വന്നിട്ട് ഇന്ന് വരെ വാ തുറന്നിട്ടില്ല. ആ മഹാനാണ് കോൺഗ്രസിനകത്തെ ശ്രീലംബടന്മാരെ പറ്റി പറയുന്നത്. പീഡന പരാതിയിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ആവർത്തിച്ച് KPCC അധ്യക്ഷൻ. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ആ പരാതി എന്റെ മുമ്പിലുണ്ട്, മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ലീഗൽ ബ്രെയിൻ അതിന്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. രാഹുലിനെ ചൊല്ലി CPM കോൺഗ്രസ് വാക്പോര് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും തുടരുകയാണ്. രാഹുൽ വിവാദം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നാണ് ഇനി അറിയേണ്ടത്. മീഡിയ 1 തിരുവനന്തപുരം.